ചേച്ചി മോളെ കോളേജില് പുതിയ അഡ്മിഷൻ ഇനിയിപ്പൊ മോളെ പഠിപ്പിച്ചങ്ങ് കലക്ടറാക്കായിട്ടാണ്. എടി ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ മക്കള് ഡോക്ടർ, എഞ്ചിനീയർ മക്കള് എഞ്ചിനീയർ, വേലക്കാരിയുടെ മക്കൾ എപ്പോഴും വേലക്കാരി തന്നെയാടി. അല്ലാണ്ട് നീ എനിക്ക് പഠിപ്പിച്ച് വലിയ കലക്ടറാക്കാണെന്ന് നീ വിചാരിക്കണ്ട. പോയി പല പണിയെടുക്കണേ. എന്തൊക്കെ ജോലി ഉണ്ട് അവിടെ അകത്ത് കിടക്കുന്നത്. തുണി ഒരു കൂട്ടം അവിടെ കൂട്ടിയിട്ടുണ്ട്, പാത്രം അവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതാണ്ടല്ലേ കുടുംബം കിടക്കാൻ വേണ്ടില്ലേ. പോയി പണിയെടുക്കണേ. അവള് പഠിപ്പിച്ച് മക്കളെ പഠിപ്പിച്ച് അഡ്മിഷൻ ചേർക്കായിട്ടാണ്. രമ്പക്ക് ഇപ്പോഴെങ്കിലും എഴുന്നള്ളാൻ തോന്നിയല്ല. പോയി പണിയെടുക്കണേ. നീ എവിടെ പോന്ന്? ഉമ്മത്തെ വീട് പോടാ. അതിലെ പോടി. നശീകരം പിടിച്ച സാധനം. പോടി അതിലെ. അവളിങ്ങനെ നടക്കണ്. പറഞ്ഞ സമയത്ത് വരികയില്ല. വരുന്ന ശമ്പളത്തിന് പണിയെടുക്കണോടി. മാണം കേട്ടവള്. മോളെ പഠിപ്പിച്ച് കലക്ടറാക്കായിട്ടാണ്. എന്നിട്ട് അവള് ഉമ്മരത്തെ കുഴിക്ക് ഇറക്കുന്നു. അഡ്മിഷൻ. മമ്മി ഞാൻ ഇറങ്ങുന്നേ. അയ്യോ മോളെ ഇറങ്ങിയാ? ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോ മമ്മി എനിക്കിപ്പോ വേണ്ട. മോക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ നൂഡിൽസ് എല്ലാം മമ്മി ആക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് ഇല്ല മമ്മി, ഞാൻ ഫ്രണ്ട്സിനോട് പുറത്തുപോയിട്ട് കഴിക്കും. ഇതാ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നതാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, എന്നാലും നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ഞാൻ ഫ്രണ്ട്സിനോട് പുറത്തുനിന്ന് കഴിക്കും മമ്മി. എന്തായാലും കഴിക്കണേ. എന്തായാലും കഴിക്കും. ഞാൻ പോന്നേ. മോള് മറന്നു. അയ്യോ. ഓക്കെ ടാറ്റാ. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ. ഇനി നാശം പിടിച്ചവളെ എന്താ ആക്കണേന്ന് നോക്കട്ടെ. ഒരച്ച തീർന്നില്ലേടി ഇതുവരെ? ഇപ്പൊ കഴിയും ചേച്ചി. അരച്ചോണ്ടിരിക്കാണ്. ഈ തുണിയൊക്കെ പിന്നെ ആര് കഴുകിടും? ഇതന്നെ അരച്ചിങ്ങനെ ഇരുന്നാ മതിയാ? ഇതൊന്നും മിഷ്യത്തിലാന്ന് വിചാരിക്കണ്ട കേട്ടാ. കല്ലുമ കൊണ്ടോ ഇട്ട് നല്ല വൃത്തിക്ക് കഴുകി കൊണ്ടോന്നോളാം. എന്നിട്ട് ഇസ്തിരി ഇട്ട് മടക്കി എന്റെ അലമാരി കൊണ്ടോക്കണം. ഇതന്നെ അരച്ചിങ്ങനെ ഇരുന്നാ പോരെ. ഒരു ദിവസം മുഴുവൻ ഇതന്നെ ഇരുന്നോളാം. ഇനി കഴിയും. നോക്കടി. ആ ഷൂറാക്കിലതാ ഷൂവും ചെരുപ്പെല്ലാം പൊടി പിടിച്ച് കിടക്കുന്ന. അതൊക്കെ പോയിന്ന് വൃത്തിയാക്കി വെക്ക്. ഇത് കഴിഞ്ഞിട്ട് ചെയ്തോ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കഴിയോ? എടീ വിലപിടിപ്പുള്ള ഷൂ ആണോടി നീ ഇങ്ങനെ വെള്ളത്തിലിട്ട് മുക്കുന്നത്? ഇതൊക്കെ വില പൊടി തട്ടിയായിട്ട് ഷൂ പോളിഷ് ഇട്ട് പോളിഷ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതെങ്ങനെയാണ് വിലപിടിപ്പുള്ള വില നിനക്കൊക്കെ അറിയോ? എന്നിട്ട് വേണ്ട ഇതൊക്കെ പണിയെടുക്കാൻ വേണ്ടിട്ട്. ദൈവമേ, നീ ഏട്ടം വന്നു കഴിഞ്ഞാൽ എന്താവോന്ന് അറിയില്ല. പോയിട്ട് വെള്ളമൊക്കെ തുടച്ചായിട്ട് വല്ല ഷൂ പോളിഷ് ഇട്ട് വെക്കടി. ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടും അത് നശിപ്പിച്ചു. നീ എന്താവോന്ന് അറിയില്ല വന്നിട്ട്. ചേച്ചി നിന്റെ പണിയെല്ലാം കഴിഞ്ഞാടി? കഴിഞ്ഞ ചേച്ചി. ഇനി നാളെ മുതൽക്ക് നേരത്തെ വന്നോളണം. എന്നെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കാനാക്കരുത്. മനസ്സിലായല്ല? എന്നാ പിന്നെ പൊയ്ക്കോ. ചേച്ചി എന്റെ മോക്ക് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അടക്കാൻ വേണ്ടിട്ട് പൈസ വേണമായിരുന്നു. എന്റെ ശമ്പളം എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ മാസത്തത്. നേരത്തെ ശമ്പളം തരാൻ വേണ്ടിട്ട് വലിയ ഉദ്യോഗമല്ലേ നീ ഇവിടെ എടുക്കണത്? മലമറിക്കുന്ന പണി. നേരത്തെ ചൊവ്വ വരികയില്ല. തോന്നും പോലെ വരുക, തോന്നും പോലെ പോവുക. എന്നിട്ട് പിന്നെ നേരത്തെ ശമ്പളം മേടിക്കാൻ എന്താ വ്യഗ്രത? അതും കോളേജിൽ അടക്കാൻ വേണ്ടിട്ട്. എന്തിനാണ് നിന്റെ മോളെയൊക്കെ പഠിപ്പിക്കണത്? ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്റെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തിയാ പോരെ. അപ്പൊ രണ്ടാളെ ശമ്പളം കൂടി ആവുമ്പോ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാല്ല. ഇനിയിപ്പൊ കോളേജിൽ ചേർക്കാനിട്ടാണ്. ഇവിടെ ഒരു ശമ്പളവും നേരത്തെ തരാൻ പറ്റൂല. എപ്പോഴാണോ ശമ്പളം തരുന്നത് ആ സമയത്തേ കിട്ടും. അല്ലാതെ നീ ഇവിടെ ഒന്ന് കണ്ണീരൊന്നും ഒളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നീ പോവാൻ നോക്ക്. ചേച്ചി ഞാൻ നാളെ മുതൽ നേരത്തെ വന്നോളാം.
ഇതാ നീ നാളെ മുതൽ നേരത്തെ വന്നില്ലെങ്കിൽ എനിക്കിവിടെ പണിക്കാരെ കിട്ടാനിട്ടൊന്നുമല്ല, ഇഷ്ടം പോലെ പണിക്കാരുണ്ട്. നാളെ മുതൽ നേരത്തെ വന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയും വേണ്ട, എനിക്കോട്ട് നിന്നെ വേണ്ട എന്താനും ഇല്ല. മനസ്സിലായല്ലോ? ചേച്ചി എന്റെ ശമ്പളം മാത്രം എനിക്ക് നേരത്തെ തന്നാ മതി. ഞാൻ ഇനി കുറച്ച് കൂടുതൽ ടൈം പണിയെടുത്തോളാം ഇവിടെ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ നിനക്ക് ഇപ്പൊ എടുത്ത് പൈസ അങ്ങോട്ട് തരണം അല്ലേ? നീ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഇവിടെ ഒരു ശമ്പളവും ഇല്ല, എന്റെ അടുത്ത് പൈസയും ഇല്ല. ചേച്ചി കോളേജിൽ അടക്കാനുള്ളതാണ്. കോളേജിലെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് കോളേജും കാര്യങ്ങളൊക്കെ വലുതെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ആ സമയത്തല്ലാതെ ശമ്പളം നിനക്ക് തരില്ല, അതിന് ഇനി മാറ്റമില്ല. നീ പോ. ചേച്ചി എന്റെ മോളെ ആഗ്രഹമാണ് പഠിക്കാൻ. വലിയ ആഗ്രഹം തന്നെ അത്. എടി നടക്കുന്ന ആഗ്രഹങ്ങളെ ആഗ്രഹിക്കാവൂ, അല്ലാതെ വെറുതെ മരക്കോട്ടൊന്നും കെട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല. ആകാശത്തിരിക്കണത് കണ്ടുകൊണ്ട് അമ്പിളി മാമനെയും കണ്ടുകൊണ്ട് നീ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? അതിനെ വല്ല അടുക്കള വേലയും പഠിപ്പിക്കടി. ആ സമയം കൊണ്ട് കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ നടക്കണം. നിന്ന് വരങ്ങട്ടപ്പോ.